അലർജി ഉള്ള ആളുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് ചെവി വേദന വരുന്നത് എന്തുകൊണ്ടാണ്? അലർജിയുടെ ഭാഗമായിട്ട് അധികം ആളുകൾക്കും ചെവിക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട്. അതുപോലെ തന്നെ അവർ അനുഭവിക്കുന്ന വേറൊരു ബുദ്ധിമുട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ചെവി വേദന അനുഭവപ്പെടുക എന്നുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാരണം ചെവിയിൽ ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാവുന്ന അണുബാധയൊന്നുമല്ല, നേരെ മറിച്ച് നമ്മുടെ തൊണ്ടയിലും മൂക്കിനകത്തൊക്കെ ഉണ്ടാവുന്ന നീർക്കെട്ട് കാരണമാണ് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത്. അലർജിയുടെ ഭാഗമായിട്ട് മൂക്കൊക്കെ നല്ല രീതിയിൽ അടയാറുണ്ട്. ഇങ്ങനെ മൂക്ക് അടയുമ്പോൾ നമ്മുടെ മൂക്കും ചെവിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന യൂസ്റ്റേക്കിൻ ട്യൂബ് എന്ന് പറഞ്ഞിട്ടൊരു ട്യൂബ് ഉണ്ട്. ഈ ട്യൂബും നല്ല രീതിയിൽ അടഞ്ഞു പോകുന്നു. ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ചെവിയിലേക്കുള്ള മർദ്ദം നന്നായിട്ട് കൂടുന്നു. അതോടൊപ്പം തന്നെ നല്ല ശക്തമായിട്ടുള്ള വേദന അനുഭവപ്പെടുകയുമാണ് ഉണ്ടാവുന്നത്. അതോടൊപ്പം തന്നെ ചെവിക്ക് ഒരു ഭാരമുള്ളതായിട്ട് തോന്നുക, ചെവിയുടെ കേൾവി കുറഞ്ഞതായിട്ട് അനുഭവപ്പെടുക, ഇത്തരം ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെയുള്ളതാണ് അലർജിയുടെ ഭാഗമായിട്ട് അധികം ആളുകൾക്കും സൈനസൈറ്റിസ് വരാറുണ്ട്. സൈനസൈറ്റിസിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വേദനയും പ്രഷറും ഒക്കെ ഈ ചെവിയിലേക്ക് പടരാറുണ്ട്. ഇത് കാരണവും അലർജിയുള്ള ആളുകൾക്ക് ചെവി വേദന അനുഭവപ്പെടാം. ഇതിന് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നന്നായിട്ട് സ്റ്റീം ഇൻഹലേഷൻ ചെയ്യുക എന്നുള്ളതാണ്. ആവി പിടിക്കുന്നതിലൂടെ നമ്മുടെ മൂക്കൊക്കെ നന്നായി തുറക്കും. അതോടൊപ്പം തന്നെ യൂസ്റ്റേക്കിൻ ട്യൂബും നല്ല രീതിയിൽ തുറക്കുന്നതാണ്. അതുവഴി തന്നെ ചെവിയിലേക്കുള്ള പ്രഷർ കുറയുകയും വേദനയൊക്കെ നല്ല രീതിയിൽ കുറയുന്നതാണ്. ചെവിവേദന ഉള്ളവർ നന്നായിട്ട് വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം തൊണ്ടയിലും ചെവിയിലൊക്കെ ഉണ്ടാകുന്ന ആ പ്രഷർ കുറയാൻ ഈ വെള്ളം കുടിക്കുന്നത് വഴി സാധിക്കുന്നതാണ്. ഉറങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് വേദനയുള്ള ചെവി ഏതാണോ അത് മുകളിലാവുന്ന രീതിയിൽ കിടക്കാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ചെവിയിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് കുറയുകയും പ്രഷർ കുറയുകയും ചെയ്യുന്നു. അങ്ങനെ തന്നെ നമുക്ക് വേദന നല്ല രീതിയിൽ കുറയും. ഇതിനെല്ലാം ബേസിക് ആയിട്ടുള്ള റീസൺ അലർജി ആയതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള അലർജിക് ട്രീറ്റ്മെന്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചെവി വേദന കുറയാനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗം. നിങ്ങൾക്കും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചെവി വേദന വരാറുണ്ടോ? എന്നാൽ താഴെ കമന്റ് ചെയ്യൂ.